ശരിക്കും സ്തുതിയായിരിക്കട്ടെ. രാജ്യത്ത് ഒരു രാജാവ് ഒരു ചിത്രരചന മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനായി ആ ദേശത്തിലെ എല്ലാ കലാകാരന്മാരും എത്തുന്നു. അങ്ങനെ മത്സരത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുമ്പോൾ 2 ചിത്രങ്ങളാണ് യോഗ്യത ലഭിക്കുന്നത്. ആദ്യത്തെ ചിത്രം കണ്ണിനേറെ കുളിർമ നിറഞ്ഞ പ്രകൃതിയുടെ ചിത്രമാണ്. മലകളും പുഴയും പുൽമേടുകളും ഒക്കെ നിറഞ്ഞ ഒരു ചിത്രമാണ് ആദ്യത്തേത്. രണ്ടാമത്തെ ചിത്രമാകട്ടെ ഏറെ ഭയാനകം തോന്നിക്കുന്ന കാറും കോളും നിറഞ്ഞ ഒരു കടൽ തീരത്തിന്റെ ചിത്രമാണ്. ഏത് ചിത്രത്തിന് ആദ്യത്തെ സമ്മാനം ലഭിക്കുമെന്ന ഒരു ചോദ്യത്തിന് രാജാവ് പറഞ്ഞത് രണ്ടാമത്തെ ചിത്രം മതിയെന്ന്. കാരണമായി രാജാവ് പറയുന്നത് ആ ഒരു ചിത്രം നല്ലൊരു സന്ദേശം നൽകുന്നുവെന്ന്. എന്താണ് സന്ദേശം എന്ന് ചോദിച്ചപ്പോൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു ഭാഗത്തായി അവിടെ ഒരു അമ്മക്കിളിയും തന്റെ മക്കളെ സംരക്ഷിക്കുന്ന ഒരു രംഗം കാണാൻ സാധിക്കും. സ്വന്തം ജീവിതം അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും തന്റെ മക്കളെ രക്ഷിക്കുന്ന ഒരു നല്ല സന്ദേശം തന്നെ അവിടെ കാണാൻ സാധിക്കും. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ 2 ചിത്രങ്ങൾ പോലെ തന്നെയാണ് 2 കഥാപാത്രങ്ങൾ നിൽക്കുന്നത്. ആദ്യമേ പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം തികഞ്ഞ ഒരു കഥാപാത്രമാണ് ഫരിസേയന്റെ ഒരു കഥാപാത്രം. രണ്ടാമതായി നാം കാണാൻ സാധിക്കുന്നത് ചുങ്കക്കാരന്റെ ഒരു കഥാപാത്രമാണ്. തന്റെ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് സ്വന്തമായി സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും യോഗ്യതയില്ലെന്ന് തിരിച്ചറിഞ്ഞ ഒരു ചുങ്കക്കാരനെ നമുക്ക് കാണാൻ സാധിക്കും. നാം ഇന്നേ ദിവസം നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ സാധിക്കണം: നാം അഹങ്കാരത്തോടെ ഫരിസേയനെ പോലെയാണ് ജീവിക്കുന്നത്, അഥവാ എളിമയോടെ ചുങ്കക്കാരനെ പോലെയാണ് ജീവിക്കുന്നതെന്ന്. ഏവർക്കും നല്ലൊരു നോമ്പ് കാലം നേരുന്നു. ആമേൻ.